കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് റൈറ്റ് ഷോൾഡറിൽ വേദനയായിട്ട് വന്നു. ഞാൻ പറഞ്ഞു കുറച്ച് വേദനയൊക്കെ ആയിട്ട് വന്നു. കുറച്ച് നേരം പരിശോധിച്ചപ്പം പറഞ്ഞു ചെറിയ വയറുവേദനയുണ്ട്, നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിനിപ്പോൾ ഒരു അൾട്രാസൗണ്ടൊക്കെ ചെയ്യണം ഡോക്ടർ, ഇത് വല്ല ഊരവേദനയായിരിക്കും, അല്ല വല്ല ഷോൾഡർ പെയിൻ 2 ഓയിൻമെൻറ്റും ഒരു ഗുളികയും കഴിച്ചാൽ മാറുന്നല്ലേ ഉള്ളൂ. പിന്നെ അത് ഞാൻ നിർബന്ധിച്ച ആൾ ഇതെടുത്ത് കൊണ്ടുവന്നപ്പോൾ അതൊരു പിത്താശയത്തിലുണ്ട് ചില പ്രശ്നങ്ങളായിരുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈ ഷോൾഡർ പെയിൻ വെറും അവിടുത്തെ ഒരു ജോയിൻറ്റിലോ എല്ലിലോ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കില്ല വരിക, മറ്റ് പല കാരണം കൊണ്ടും വരാം. ഷോൾഡർ പെയിന് ചിലപ്പോൾ ഒരു വീഴ്ച, അവിടെ എന്തെങ്കിലും സ്ട്രെയിൻ കുടുങ്ങി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരാം. ഒരു ഓക്വാർഡ് പൊസിഷനിൽ ഉറങ്ങിയതിന് ശേഷം അങ്ങനെയൊക്കെ വരാം. അത്തരം ഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു മോഷനിൽ ചില റെസ്ട്രിക്ഷൻസ് വരും. അവിടുത്തെ സ്കിന്ന് കുറച്ച് നീര് വെച്ച് തടിച്ചിട്ടുണ്ടാവും, ഒരു വീക്കമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊന്ന് റെസ്റ്റ് എടുത്താൽ, ചെറിയ ഐസ് പാക്ക് വെച്ചാൽ ചിലപ്പം കുറച്ച് നീർവീക്കവും വേദനയൊക്കെ കുറയാൻ വേണ്ടിയുള്ള മെഡിസിൻസൊക്കെ കഴിച്ച് അത്യപൂർവ ഘട്ടത്തിൽ അവിടെ എന്തെങ്കിലും ടിയറോ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അപൂർവമായിട്ടുള്ള ഘട്ടത്തിൽ സർജറിയൊക്കെ ചെയ്തിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വേദന വരാൻ സാധ്യത എന്തുകൊണ്ടാണ് ആർത്രൈറ്റിസ് എന്ന് പറയും, ആ ജോയിൻറ്റിൽ ഉണ്ടാകുന്ന നീർവീക്കം. ആ ഒരു ഘട്ടത്തിലും മൂവ്മെൻറ്റിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അവിടെ ചില നീർവീക്കം ഉണ്ടാവും. പിന്നെ സ്റ്റിഫ്നെസ് എന്ന് പറയും, ഒരു ദൃഢമായി പോകുന്നൊരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും. ആ ഒരു ഘട്ടത്തിൽ എന്താണ് ചെയ്യുക, ചിലപ്പോൾ ഫിസിയോതെറാപ്പി, വേദന കുറക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ. പിന്നെ എന്ത് ചെയ്യാം, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ചിലപ്പോൾ ഇഞ്ചക്ഷനായിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കും. അപൂർവ ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഒരു രക്ഷയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറിയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻറ്റിന് നമ്മൾ കണ്ടത് അവിടെ പിത്താശയത്തിൽ കല്ലായിരുന്നു. പിത്താശയത്തിനുള്ളിൽ കൊളസ്ട്രോളോ മറ്റു പലതോ അടിഞ്ഞു കൂടിയിട്ട് അവിടെ കല്ല് ഫോം ചെയ്യുന്നൊരവസ്ഥ. ഈ ഒരു ഘട്ടത്തിൽ വയറിൻ്റെ വലത് ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നല്ല ശക്തമായിട്ടുള്ള വേദന, ആ വേദനയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ വേദന എന്ത് ചെയ്യും, ഇത് റേഡിയേറ്റ് ചെയ്തിട്ട് ഷോൾഡറിലേക്ക് പ്രതിഫലിപ്പിക്കും. അങ്ങനെയാണ് റൈറ്റ് ഷോൾഡറിൽ ഇതിൽ വേദന വരുന്നത്. ഇതിനോടനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓക്കാനം വരിക, ഛർദി വരിക, വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന അനുഭവപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു ഘട്ടത്തിൽ എന്താ ചെയ്യുക, ചില മെഡിസിൻസ് കൊടുത്തിട്ടോ ചില ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻസ്, ഫാറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അവിടുത്തെ റിലീഫ് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യും. അപൂർവ ഘട്ടത്തിൽ കോളിസിസ്റ്റ് അല്ലെങ്കിൽ പിത്താശയം എടുത്തു കളഞ്ഞിട്ടുള്ള കോളിസിസ്റ്റെക്ടോമി എന്ന് പറയുന്ന സർജറി ചെയ്യും. പിന്നെ റൈറ്റ് ഷോൾഡർ പെയിനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന മറ്റൊരു വൈറൽ അസുഖമാണ് പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയും. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ മൂലമാണെങ്കിൽ അൾസർ വരാം, ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ മൂലം വരാം. ചിലർക്ക് അമിതമായിട്ട് വേദന സംഹാരികൾ കഴിച്ചിട്ട് പെപ്റ്റിക് അൾസർ ഡിസീസ് വരാം. പുകവലിക്കാർക്ക് പെപ്റ്റിക് അൾസർ ഡിസീസ് വരാം. അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്കും ഈ പെപ്റ്റിക് അൾസർ ഡിസീസ് വരാം. പെപ്റ്റിക് അൾസർ ഡിസീസിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണം കഴിഞ്ഞ പാടെ വേദന അനുഭവപ്പെടുക, ചിലപ്പം വിശന്നിരിക്കുമ്പോൾ ചില ലൊക്കേഷൻ അനുസരിച്ച് വേദന അനുഭവപ്പെടും, ഓക്കാനം വരിക, ഛർദി വരിക, പിന്നെ വയറിൻ്റെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുക, പിന്നെ ഛർദ്ദിക്കുമ്പം ബ്ലഡ് വരുന്നൊരു സാഹചര്യം, വയറ്റിൽ കൂടെ പോകുമ്പം ബ്ലഡ് പോകുന്നൊരു സാഹചര്യം, ഇങ്ങനെ പല ലക്ഷണങ്ങളുമായിട്ടൊക്കെയാണ് കാണിക്കുക. അതിൻ്റെ കൂടെ ഈ ഒരു വേദന ഷോൾഡറിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണാം. ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, പിന്നെ ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടായതാണെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി ഇറാഡിക്കേഷൻ തെറാപ്പി, അങ്ങനെ പലതും ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം. ചില ആൾക്കാർക്ക് ഈ ഷോൾഡർ പെയിന് ചില ലിവർ രോഗങ്ങൾ കൊണ്ടും വരാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പിത്താശയത്തിൻ്റെ അതേ ഒരു എഫക്റ്റ്, ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ഒക്കെ ഈ ഒരു വേദന മുകളിലോട്ട് റേഡിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അമിതമായിട്ടുള്ള മദ്യപാനം, അമിതമായിട്ടുള്ള വണ്ണം, ഇതൊക്കെ ഈ ഒരു ലിവർ രോഗങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അല്ല, അമിതമായി വണ്ണം, ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ ലിവർ രോഗങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ലിവർ രോഗങ്ങളുള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വയറുവേദന, ഓക്കാനം, ഛർദി, വെയിറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പേശികളിലുള്ള വേദന. ഈ ഘട്ടത്തിലും ചില മെഡിസിൻസൊക്കെ കൊടുത്തിട്ടും, അല്ലെങ്കിൽ ചിലപ്പം വളരെ സീരിയസ് ആവുന്ന ഒരു ഘട്ടത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഈ ഷോൾഡർ പെയിൻ കാണിക്കുന്ന മറ്റൊരു വയറിൻ്റെ സംബന്ധമായ രോഗമാണ് ആസിഡ് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. തേട്ടി വരുന്നൊരു സാഹചര്യം, നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ അന്നനാളത്തിലേക്ക് തേട്ടി വരും. അപ്പോൾ ഈ ആമാശയത്തിൽ അസിഡിറ്റി ആണല്ലോ, ഈ അസിഡിറ്റി
മുകളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടാകുന്നൊരു പ്രശ്നം. ഇതിൻ്റെ ഒരു വേദനയും ചിലപ്പോൾ ഷോൾഡർ പെയിനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം. ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചിട്ട് ഇത് വരാം. ചില തടിയുള്ള ആൾക്കാർക്ക് കുറച്ച് ഇത് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. മദ്യപാനത്തിന് ശേഷം വരാം. പ്രഗ്നൻസിൻ്റെ സമയത്ത് ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നെഞ്ചരിച്ചിൽ, പിന്നെ ഇതിങ്ങനെ സ്വാളോ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ആസിഡ് റിഫ്ലക്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഒന്ന്, ഇതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കഴിച്ച പാട് ഉറങ്ങുന്നത് ഒഴിവാക്കുക. പിന്നെ തടിയുള്ളവരാണെങ്കിൽ തടി കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ഷോൾഡർ പെയിൻ വരാമെന്നുള്ളതാണ്.